ഇത്തവണത്തെ സ്കൂൾ കലോത്സവം ഓർമ്മിക്കപ്പെടുക ഹരിതമേള എന്ന പേരിലായിരിക്കും. 20 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ പരിസ്ഥിതി സൗഹൃദ സന്ദേശം പ്രചരിപ്പിക്കാനും ഇടപെടലുകൾ നടത്താനുമായി വിപുലമായ സൗകര്യമാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. കലോത്സവ നഗരിയിലേക്ക് എത്തുന്ന ഓരോരുത്തരെയും ഇതാ ഈ കാഴ്ചകൾ സ്വാഗതം ചെയ്യും. ചിലർ ഇങ്ങനെയും പരിചരിക്കപ്പെടും. ഹരിത കലോത്സവത്തിലെ ചില കാഴ്ചകൾ മാത്രമാണിത്. വെള്ളവും പച്ചപ്പും കാത്തുവെക്കാനുള്ള ഇടപെടൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പരമാവധി ഡിസ്പോസിബിളും പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. നമ്മളൊരു 2 ആഴ്ചയായി ഈ കലോത്സവത്തിൻ്റെ പിറകെ തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി എന്ന് തന്നെ ഫോം ചെയ്തിരിക്കുകയാണ്. ഡിസ്പോസിബിൾ ഒഴിവാക്കുക, പ്ലാസ്റ്റിക് ഒഴിവാക്കുക, അതോടൊപ്പം ഇവിടെ എത്തുന്ന ലക്ഷോപലക്ഷം ആളുകളിൽ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. കലോത്സവത്തിനെത്തുന്നവരും പുതിയ ആശയത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് ഉണ്ടായത്. കാരണം ഒരു പ്ലാസ്റ്റിക്കും ഇവിടെ കാണാൻ സാധിച്ചില്ല. ഞങ്ങളുടെ കയ്യിൽ തന്നെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ ഉണ്ടോ എന്ന് നോക്കുക. ഞങ്ങളുടെ സാറിൻ്റെ കയ്യിലും ഒരു സഞ്ചിയാണുള്ളത്. സാധാരണ രീതിയിൽ നമ്മളൊരു കലോത്സവ വേദിയിൽ എത്തുമ്പോൾ നിറയെ പ്ലാസ്റ്റിക്കുകളും മറ്റുമായിട്ട് ജനം പല രീതിയിൽ ഒഴുകുന്നതാണ് കാണുന്നത്. ഇപ്രാവശ്യം അതൊന്നും ആരുടെ കയ്യിലും കാണുന്നില്ല. അപ്പോൾ ഇനിയും വരുന്ന കലോത്സവങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നടത്തുവാണെങ്കിൽ നല്ലതായിരിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും 200ഓളം ഹരിത സേനാംഗങ്ങളും ചേർന്ന് കലോത്സവ നഗരിയെ ഹരിതാപമാക്കാനുള്ള ഇടപെടൽ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ ഇടപെടലുകൾ കലോത്സവ വേദികളിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനൊരു ഏകീകൃത രൂപം വരുന്നത് കണ്ണൂർ കലോത്സവം മുതലാണ്. ക്യാമറമാൻ സന്തോഷിനൊപ്പം കെ. അനൂപ് ദാസ്, ന്യൂസ് 18, കണ്ണൂർ.